ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അവിൽ ലഡുവാണ്. അവിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ലഡുവാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തവരുണ്ടെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മക്കളൊന്നും ഇനി അവിൽ കഴിക്കില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അവർ പിന്നെയും ചോദിച്ച് കഴിച്ചോളൂ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അവിലൊന്ന് ചൂടാക്കി എടുക്കണം. വല്ലാതെ വറുക്കണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മളിത് ഒരു പാനെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇങ്ങനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് അവിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒന്ന് സ്പീഡ് കുറച്ചിട്ടിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഇതേപോലെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങ വേണം. നമുക്കിതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടായി വന്നാൽ നമുക്കിതിലോട്ടൊന്ന് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ കുറച്ച് കൂടുതലെടുത്താൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുതലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ തേങ്ങയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ആയി വരണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അല്ലാതെ പൊടിയരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനൊരു ശർക്കരയെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കരയുടെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. ശർക്കര ഒന്ന് കരിയിക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങയും ശർക്കരയും അടിച്ച് വെച്ചില്ല, അത് ഉപയോഗിച്ച് കൊടുക്കാം. ഇതിലേക്ക് തട്ടിയിട്ട് അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പാകത്തിലാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറുങ്ങനെ ഒന്ന് ചൂട്, വല്ലാതെ തണഞ്ഞു പോകരുത്. ചെറുങ്ങനെ ഒന്ന് തണഞ്ഞതിന് ശേഷം നമുക്കിത് ബോൾസാക്കി എടുക്കാം കേട്ടോ. ലഡുവൊക്കെ ആക്കുന്ന പോലെ ബോൾസാക്കി എടുക്കാം. ചെറിയ ചൂടുണ്ട്. ചൂടൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം. അല്ലാത്ത ചൂട് തണിഞ്ഞു പോകരുത്. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.